പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശ ജയിലിൽ കിടക്കുന്ന കാര്യമൊക്കെ കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ഭയങ്കര സങ്കടത്തിലേക്ക് നിൽക്കട്ടെ. അനന്തപുരിയിലാണെങ്കിൽ നമ്മൾ നയനാണെങ്കിലും തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്തു. ആ സന്തോഷ വാർത്തയാണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിൽ അബിയെ വിളിച്ച് പറയുന്നുണ്ട്, മോനെ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ നയന തലയിറങ്ങിയൊക്കെ വീണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അബി പറയുന്നുണ്ട്, അതല്ലേ അമ്മ നമ്മൾ ആഗ്രഹിച്ചത്, അപ്പം അതുപോലെയൊക്കെ എന്തായാലും നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അബിയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഒരു കുഴപ്പമില്ല, ആദർശേട്ടൻ ചെയ്തതിനൊക്കെ കിട്ടിയതാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതുപോലെ എൻ്റെ അബി ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ ആരെയെല്ലാം കാലൊക്കെ പിടിച്ച് എന്ന് പറഞ്ഞത് എൻ്റെ അബിയെ ഇറക്കാൻ വേണ്ടി. അവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയല്ലേ അവനെ എല്ലാ തെറ്റും ചെയ്തെന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഒരു ജയിൽ പുള്ളി ആക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരെയെല്ലാം കാല് പിടിച്ചിട്ടും അവരാരും അതിന് അബിയൊന്ന് ഇറക്കാൻ പോലും അവരാരും സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അവളിപ്പം ഗർഭിണി ആയപ്പോൾ തന്നെ അവളെ കൊച്ചിൻ്റെ അച്ഛൻ അവിടെ ദുബായിൽ ജയിലിലായെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ദേവയാനി അങ്ങോട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിർത്തി നീ എന്ത് കണ്ടിട്ട് എത്ര അഹങ്കരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ അമ്മായിമ്മ തന്നെ ആണെങ്കിലും ഇപ്പം ഞങ്ങൾ പറയുന്ന അനുസരിച്ചൊക്കെ അവൾ പെരുമാറുന്നുണ്ടല്ലോ, അപ്പം നീ അത് എന്താ കാര്യം എന്നൊക്കെ എന്താ ചോദിക്കാത്ത? എന്തായാലും ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങി അടങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മയാണെങ്കിലും എൻ്റെ ഭർത്താവിനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അടക്കി നിർത്താൻ പറ്റും, പക്ഷേ എന്നെ അങ്ങനെ അടക്കി നിർത്താനൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞങ്ങളിവിടെ നിങ്ങളെ ആരും അടിമയായിട്ട് ജീവിക്കാൻ വന്നതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ മകനാണെങ്കിൽ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഇപ്പോൾ ദുബായിൽ ജയിലിലൊക്കെ കിടക്കുകയല്ലേ, അവിടത്തേക്ക് ശിക്ഷയെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അറിയാത്തതൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ദേവയാനി കുറച്ചൊന്ന് അടങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ആദർശ് വിളിക്കാത്തതിൻ്റെയൊക്കെ വിഷമത്തിലാണെങ്കിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെന്നിട്ടാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ നീ ഇതാക്കേണ്ട, ആദർശനൊന്നും സംഭവിക്കത്തൊന്നുമില്ല, എന്തായാലും മുത്തശ്ശന് അവിടെ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതില്ലേ, ഇപ്പം മുത്തശ്ശനൊക്കെ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാലോ ആദർശം അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല, എന്തായാലും അവയെ പോലൊന്നും ആദർശം അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഇപ്പം നമുക്കൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നയനയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നയന പറയുന്നുണ്ട്, അമ്മ കാണുന്നില്ല ഇതോ അവിടെ നവ്യേച്ചിയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ആദർശേട്ടനെ കുറിച്ച് ഇങ്ങനെ കുറ്റം ഓരോന്ന് കുത്തി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ അമ്മയെ സഹിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ദേവേനെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അബിയുടെ മോളാണ് ചന്തുമോൾ, എന്നിട്ട് പോലും എൻ്റെ ആദർശേട്ടന് ആ ഒരു വലിയ തെറ്റ് ഏറ്റെടുത്തിട്ടാണെങ്കിൽ എൻ്റെ ആദർശേട്ടനാണെങ്കിൽ ചീത്തപ്പേരും കാര്യങ്ങളെല്ലാം ആദർശേട്ടൻ്റെ കേട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ ആദർശേട്ടൻ്റെ തലയിൽ കൊണ്ട് അവർ വെച്ചിരിക്കുകയല്ലേ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ദേവേനി പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ വിഷമിക്കുകയല്ലേ, നിനക്കൊരു കുഞ്ഞ് നിൻ്റെ വയറ്റിലുള്ളത്, അപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കുകയൊന്നും ചെയ്യില്ല, നീ ആണെങ്കിൽ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴാണെങ്കിൽ അബിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും അതുപോലെ നിൻ്റെ ചേച്ചിക്കാണെങ്കിലും സന്തോഷമാവത്തതേ ഉള്ളൂ. അതുകൊണ്ട് നീ ആണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് സമാധാനപ്പെടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മുത്തശ്ശൻ എന്തായാലും ആദർശനെ ഉടനെ തന്നെ ഇറക്കും. മുത്തശ്ശനാണെങ്കിൽ അവിടുത്തെ ഓരോ സ്വാധീനം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണെങ്കിലും മുത്തശ്ശൻ എന്തായാലും ആദർശനെ പുറത്തിറക്കുമെന്നൊക്കെ നമ്മളെ ദേവേനെയാണെങ്കിൽ പറഞ്ഞിട്ട് നമ്മളെ നയനെ ഒന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആരും അറിയാതാണെങ്കിൽ അവിടെ മുത്തശ്ശൻ്റെ ആ ഒരു പിടിപാടും കാര്യങ്ങളും വെച്ച് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ആദർശനെ പുറത്തിറക്കാൻ വേണ്ടിയൊക്കെ മുത്തശ്ശൻ ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശനാണെങ്കിൽ അറിയുന്നുണ്ട് ഏതോ ഒരു സ്വർണ്ണക്കടത്തുകാരനാണ് ഇതൊക്കെ ആദർശനെ കള്ളക്കേസിലൊക്കെ ഇങ്ങനെ കുടിക്കുകയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ അവിടെ എല്ലാവർക്കും മുമ്പേ മുത്തശ്ശൻ അറിയുന്നുണ്ട്. നമ്മളെ മുത്തശ്ശൻ്റെ ആ ഒരു പിടിപാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ആദർശനാണെങ്കിൽ അവിടുന്ന് ജയിലിൽ നിന്നൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് നമ്മളെ മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ എന്തായാലും നീ അവിടുന്ന് ജയിലിൽ ഇറങ്ങിയ കാര്യമൊന്നും ഇവിടെ ഒന്നും ആരും അറിയണ്ട, കാര്യം വെച്ചാൽ നിൻ്റെ അമ്മയും പിന്നെ അതുപോലെ തന്നെ നയനൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലും കാര്യത്തിലുമാണ്. പക്ഷേ നീ അവിടെ ജയിലിൽ കിടക്കുന്നത് വെച്ചിട്ട് ഇവിടെ കുറച്ച് പേരൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ള കാര്യം നമ്മൾ നല്ലതുപോലെ കണ്ടൊക്കെ പിടിക്കണം. അതുകൊണ്ട് മോൻ എന്തായാലും അവിടെ നിന്ന് വരുന്ന കാര്യങ്ങളോ ഒന്നും അവിടെ ആരുടെ പറയുകയും വെക്കുകയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നതൊക്കെ ആണെങ്കിലും നമ്മൾ ആദർശമാണെങ്കിൽ അനുസരിക്കുന്നുണ്ട്. നമ്മൾ ദേവയാനിയും നയനയാണെങ്കിലും അവിടെ ഫുഡൊന്നും കഴിക്കാതെയൊക്കെ അവർ ഇരിക്കും കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ജലജ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആഹാരം കഴിക്കാൻ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട്, വയറ്റിൽ ഒരു കുഞ്ഞൊക്കെ കിടക്കുന്നേ മോളെ, നീ വന്ന് ആഹാരം കഴിക്കുക, അവൻ ചെയ്ത തെറ്റിനെ നീ എന്തിനാ അവിടെ പട്ടിണി കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ജലജ ഒരു
കളിയാക്കിയൊക്കെ ചോദിക്കുന്നതാണ്. ആ സമയത്താണ് ജലജ പറയുന്നുണ്ട്, എന്തായാലും ഈ കുഞ്ഞെന്തായാലും വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ഇത് കണക്ക് ദുബായിൽ ജയിലിലൊക്കെ ആയി, എന്തായാലും ഒരു ജോത്സ്യനെ കൊണ്ടൊക്കെ വെച്ചിട്ട് പ്രശ്നം നോക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ദേവയാനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേവയാനിയാണെങ്കിൽ ജലജ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞൊക്കെ ഓട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ജലജ അവിടെ പോകാൻ നിന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഇനി എന്തെങ്കിലും ഈ കുടുംബത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ടൊക്കെ ഇനി ആദർശനും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ജലജ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ അച്ഛനും അമ്മയും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ജലജയാണെങ്കിൽ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജയാണെങ്കിൽ നേരെ അടുക്കളയിലോട്ടൊക്കെ പോയി നിന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ആ അബിയുടെ പ്രശ്നം ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നവ്യാണെങ്കിൽ അവനെ തല്ലിക്കൊല്ലും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ എല്ലാം സഹിച്ച് ക്ഷമിച്ചൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഒന്ന് ഞാനിവിടെ നിന്ന് അഴിഞ്ഞാടി നടന്നേനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നേരെ ജലജയാണെങ്കിൽ അബിയുടെയൊക്കെ റൂമിൽ പോകുമ്പോൾ അവിടെ അബിയും നവ്യാണെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് എല്ലാ ജോലിയും ചെയ്ത് ഇവരെ അനുസരിച്ചൊക്കെ എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ജലജ അഭിയും പറയുന്നുണ്ട്, അത് മോളെ പിന്നെ നിനക്കറിയാലോ ഞങ്ങൾ ഇവിടുത്തെ രക്തവും കാര്യങ്ങളും ഒന്നും അല്ല, അവരിവിടെ ഇപ്പോൾ എന്നെ എടുത്ത് വളർത്തിയതൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ നവ്യ എടുത്ത് പറയുന്നുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പം എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ചെയ്തോ, നിങ്ങൾ എന്താ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് നമ്മൾ ജലജ ആണെങ്കിലും അതൊരൊഴുക്കം പടിലൊക്കെ അതൊക്കെ അങ്ങ് സംസാരിച്ചൊക്കെ അങ്ങ് നവ്യയുടെ മനസ്സങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും ആദർശ് അവിടെ ജയിലിൽ കിടക്കണം, അയാൾ ഇവിടെ അത്രയ്ക്ക് കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിന് ഇവിടെ ഉള്ളവരൊന്നും ശിക്ഷയും കാര്യങ്ങളും കൊടുത്തിട്ടില്ലല്ലോ, അതിന് ദൈവം തന്നെ അവനിക്ക് ശിക്ഷ കൊടുത്തത് അവിടെ ദുബായിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ജയിലിൽ കിടക്കാനൊക്കെ ഉള്ളൊരു ഇത് കൊടുത്തെന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിലും നമ്മളെ ദേവേനിക്കാണെങ്കിലും നമ്മളെ നയനയ്ക്കാണെങ്കിലും ഉറക്കം വരാതെയൊക്കെ ആണെങ്കിലും അവരിങ്ങനെ പുറത്ത് സിറ്റൗട്ടിൽ പോയി ഇരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിലും ഒരു ടാക്സി അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ നിന്നാണെങ്കിലും നമ്മൾ ആദർശം അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നമ്മൾ ദേവയാനി നയനയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്വപ്നം തന്നെ ആണോ അതോ ഇനി സത്യമാണോ എന്നൊക്കെ അറിയാൻ വയ്യാതെ അവരാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ആദർശമാണെങ്കിൽ അങ്ങോട്ട് നടന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദേവയാനിയും നയനയും കൂടെ പോയി ആദർശനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത് ആദർശമായിട്ടാന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഒരു വലിയ കഥയാണ്, അതൊക്കെ ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനിയടുത്തും നയനടുത്തും ആണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ വന്ന വിവരം വേറെ ആർക്കും അറിയണ്ട, മുത്തശ്ശന് മാത്രമേ ഇവിടെ അറിയത്തുള്ളൂ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, എന്തായാലും ഞാൻ 2 ദിവസം ഇവിടെ ഒളിച്ച് ഞാൻ താമസിക്കും, എന്തായാലും എൻ്റെ ശത്രുക്കൾ ആരാണെന്നൊക്കെ ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ, എന്തായാലും ആ ശത്രുക്കളുടെ സന്തോഷങ്ങളും ഞാനും ഒന്ന് ഇവിടെ നിന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പിന്നെ ആദർശ് പറയുന്നുണ്ട്. ഒക്കെ ആണെങ്കിലും അങ്ങ് റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണെങ്കിലും നമ്മൾ ആദർശാണെങ്കിലും അവിടെ അങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മളെ നവ്യ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് നവ്യാണെങ്കിൽ നയനെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നയനെ നീ ഇതൊരിക്കും ഉറങ്ങിയില്ലേ, ചിലപ്പോൾ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലേ, എന്തായാലും നിൻ്റെ ഭർത്താവ് അവിടെ ജയിലിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ ഉറങ്ങാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ കളിയാക്കിയൊക്കെ ആണെങ്കിൽ നമ്മൾ നവ്യ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നയനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ആദർശന് ഒരു തെറ്റും കാര്യങ്ങളും ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും അന്ന് എൻ്റെ അഭി ജയിലിലായപ്പോഴും നീ ഒരുപാടൊക്കെ സന്തോഷിച്ചല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നവ്യ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇപ്പോൾ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട്, എന്തായാലും അതിൻ്റെ അച്ഛൻ എന്തായാലും അവിടെ ഒരു ജയിൽ പുള്ളി ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കളിയാക്കിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നയനെ അടുത്ത് പറയുന്നുണ്ട്. സമയത്താണെങ്കിൽ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ആ വിഷമം, കാര്യം ആദർശാണെങ്കിൽ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പോലും അറിയാൻ വയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദർശാണെങ്കിൽ അവിടെ മാറി നിന്ന് ആദർശം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നവ്യ പറയുന്നതിനൊന്നും തിരിച്ച് നമ്മൾ നയനാണെങ്കിലും മറുപടി ഒന്നും പറയുന്നതുമില്ല, ഇങ്ങനെ കേട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചാണെങ്കിൽ നമ്മൾ നവ്യ ആണെങ്കിൽ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ആദർശം ഇങ്ങനെ നയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അവർ സന്തോഷിച്ചൊക്കെ ഇരിക്കട്ടെ, ഇവർ സന്തോഷമൊക്കെ എത്ര ദിവസം നമുക്ക് പോകുന്നൊക്കെ നമുക്ക് നോക്കാം, ഇവരെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നയനയ്ക്കാണെങ്കിൽ ഭയങ്കര വയറുവേദനയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നയനയെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്നുണ്ട്. നയനയെ പരിശോധിച്ചിട്ടാണെങ്കിലും ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഈ കുഞ്ഞ് ജനിക്കുന്നത് അത്ര നല്ലതല്ല നയനയ്ക്ക്, ഈ കുഞ്ഞ് വളരുന്നതനുസരിച്ചാണെങ്കിലും നയനയുടെ ബോഡി ആണെങ്കിൽ വീക്കാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും ചിലപ്പം നയനയുടെ ജീവന് തന്നെ അപകടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ആദർശാണെങ്കിലും നയനയാണെങ്കിലും ഇത് കേട്ടിട്ടാണെങ്കിലും ഷോക്കായിട്ടൊക്കെ
സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ ഒരുപാടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞിനെ നമുക്ക് അബോർഷൻ ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നയനയാണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നയനയുടെ ഹെൽത്ത് ആവാനൊക്കെ വേണ്ടിയാണെങ്കിൽ നമ്മൾ ദേവയാനിയാണെങ്കിലും ആദർശമാണെങ്കിലും ഒരുപാട് പറയുന്നുണ്ട് നയനയെടുത്ത് കുഞ്ഞിനെ നമുക്ക് അബോർഷൻ ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും അവൾ ഒരു പൊടി കേൾക്കത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ആദർശമായിട്ടൊക്കെ അങ്ങ് പിണങ്ങിയാണെങ്കിൽ അങ്ങ് നേരെ നന്ദാവനത്തിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശമാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുമില്ല, പക്ഷേ എനിക്കാണെങ്കിൽ നയനയെ വിട്ട് എനിക്ക് പറ്റത്തില്ല, നയനയുടെ ജീവൻ എനിക്ക് രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിൽ ടെൻഷനായിട്ടിരിക്കുക. അപ്പം നമ്മൾ നയനയാണെങ്കിലും വീട്ടിൽ പോയിട്ടാണെങ്കിലും നയനെ ഇങ്ങനെ വിഷമിച്ചിരിക്കും, എന്തായാലും ആദർശനെ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, അതും അല്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് നശിപ്പിക്കാനും പറ്റത്തില്ല എന്നുള്ള ഒരു വിഷമത്തിലാണെങ്കിലും ഇങ്ങനെ നമ്മൾ നയനയാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സമയത്താണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിലും അങ്ങോട്ട് നയനയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദർശം പറയുന്നുണ്ട്, എന്തായാലും നയനെ എന്തായാലും നിന്നെ ഇല്ലാതാക്കിയിട്ട് എന്തായാലും എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടാ നമ്മൾ തമ്മിൽ പിരിയേണ്ടി വന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കത്തില്ല, അത് എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് എനിക്കറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു അമ്മയുടെ ആഗ്രഹമാണ് അവരെ ജീവൻ കളഞ്ഞിട്ടാലും അവരെ കുഞ്ഞിനെ അവർ പ്രസവിക്കുക എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു. അപ്പം നമ്മൾ ആദർശം പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നീ ഈ ലോകത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ ആദർശൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ ഇടറുമ്പോഴത്തേക്ക് നയനയ്ക്കാണെങ്കിൽ സങ്കടവും ഉണ്ട്. പക്ഷേ എന്നാലും നയനയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ എന്തായാലും നശിപ്പിക്കാൻ നയനയ്ക്കും പറ്റത്തില്ല. അങ്ങനെ ഈ സമയത്താണെങ്കിലും നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ അവരെല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ, ആദർശമാണെങ്കിൽ വന്ന കാര്യമൊക്കെ അറിയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ജലജയാണെങ്കിലും നമ്മൾ അവിക്കാണെങ്കിലും ആകെ ടെൻഷനായി തുടങ്ങി, ഇനി എന്തായാലും നമ്മൾ ആദർശനെ കുടിക്കിയത് അവിയാണെന്നുള്ള കാര്യം എല്ലാവരും അറിയുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ നല്ല രീതിയിൽ നമ്മൾ അവിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും ഉണ്ട്. എന്നിട്ട് നമ്മൾ ജലജ പറയുന്നുണ്ട്, അഭി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശമാണെങ്കിൽ എല്ലാ സത്യങ്ങളും നവ്യയെടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരറിയാതെ തന്നെ നമ്മളെ ഡോറിൻ്റെ സൈഡിലാണെങ്കിൽ നമ്മൾ നവ്യ നിന്നിട്ടാണെങ്കിൽ എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നവ്യാണെങ്കിൽ ഓടി നമ്മൾ അനന്തപുരിയിലോട്ട് സിറ്റുകളിലോട്ടൊക്കെ ഓടി ചെല്ലുന്നുണ്ട്. എല്ലാവരെയും മുമ്പിലോട്ടൊക്കെ ഓടി ചെന്നിട്ടാണെങ്കിൽ നമ്മൾ അവിയുടെ ഷർട്ടിനൊക്കെ പിടിച്ചിട്ടൊക്കെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എടാ ചതിയ, നീ എന്തെല്ലാം ചതിയും കള്ളത്തരങ്ങളുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ എന്തെല്ലാം പറഞ്ഞതൊക്കെ കേട്ടല്ലേടാ ഞാൻ ആദർശനെ വെറുക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ചെയ്ത ഓരോ തെറ്റാണ്, ചന്തുമോൾ നിൻ്റെ മോളാണല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ അവിടെ കിടന്ന് അബിയുടെ ഷർട്ട് പിടിച്ചിട്ടൊക്കെ ആണെങ്കിൽ കിടന്ന് ഭയങ്കരമായിട്ട് അലറി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അറിഞ്ഞാൽ നമ്മൾ ആദർശം നയനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ ആ അടുത്ത് തീരുമാനം എടുക്കുന്നുണ്ട്, നമ്മൾ അബിയെയും ജലജയെ അവിടെ നിന്ന് ഇറക്കണമെന്നൊക്കെയുള്ള തീരുമാനങ്ങളാണെങ്കിലും മുത്തശ്ശനൊക്കെ എടുക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ തീരുമാനമൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശം നയനയാണെങ്കിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഞാനാണെങ്കിൽ പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട മുത്തശ്ശ, അവരിവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്തായാലും അവർക്ക് നമ്മൾ ഏറ്റവും വലിയ ശിക്ഷ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ, എന്തായാലും നവ്യേച്ചിയാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ മുത്തശ്ശ, അപ്പം നവ്യേച്ചിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ആയിരുന്നല്ലോ എല്ലാം മറച്ചൊക്കെ നവ്യേച്ചിയിൽ നിന്നും എല്ലാം മറച്ച് വെച്ചത്. ഇപ്പോൾ എന്തായാലും നവ്യേച്ചി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടല്ലോ മുത്തശ്ശ, അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ മാപ്പ് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയുടെ നല്ല മനസ്സ് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ആണെങ്കിൽ അങ്ങനെ നിശബ്ദയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ഇനിയൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.